അലാ സുറുരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. നല്ല കട്ടിലുകളിൽ, ചാരു കസേലകളിൽ പരസ്പരം മുന്നിട്ടുകൊണ്ടാണ്, മുഖം തിരിഞ്ഞുകൊണ്ടല്ല. ഓരോരുത്തരും മുന്നോട്ട് നോക്കി, മുഖം തിരിഞ്ഞു നിൽക്കാതെ മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്നവരാണ്. ആരുടെയും പിന്നിലല്ല. ഒരു വലിയ സദസ്സിലേക്ക് നമ്മൾ എത്തുമ്പോ നമ്മൾ അയാളെ പിന്നിലായി പോയല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. എന്നാൽ സ്വർഗത്തിന്റെ അവസ്ഥ അതല്ല. എല്ലാവരും മുന്നിലാണ്, ആരും ആരുടെയും പിന്നിലല്ല. ഒരു സദസ്സ് സംവിധാനിച്ചത് വട്ടമേശ ഇട്ടുകൊണ്ടാണ്, ഇങ്ങനെ വട്ടത്തിലിരുന്നു കൊണ്ടാണ്. ആരും ആരാലും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലല്ല, അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലല്ല. ആ നിലക്ക് എല്ലാവരും എല്ലാവരിലേക്കും തിരിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നവരാണ്. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ. കാലാകാലവും കുട്ടികളാണ്, ഒരു കാലവും അവർ വളരൂല. അങ്ങനെയുള്ള ചില ഖാദിമീങ്ങളെ സ്വർഗത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഓഫീസ് ബോയ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഉണ്ട്. വയസ്സായാക്കും പോയി എന്നാ പറയാറുള്ളത്. അവിടെ അത് ഒരു പ്രയോഗമാണ്. ഇതങ്ങനെയല്ല, ഇത് പ്രയോഗം മാത്രമല്ല. ഇവരെല്ലാ കാലവും പോയാണ്. അവരുടെ വളർച്ച തന്നെ ഉണ്ടാവില്ല. ചെറിയ കുട്ടികളായി അനുഭവപ്പെടുന്ന ഏതാനും സ്വർഗത്തിലെ ചില ആളുകൾ, അത് ദുനിയാവെന്ന് ഇവിടുന്ന് പോയ ആൾക്കാരല്ല. അള്ളാഹു സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ബോയികളാണ്. അവരിങ്ങനെ ചുറ്റി നടക്കും. എങ്ങനെയാണ്, എന്തിനാണ് അവർ ചുറ്റി നടക്കുന്നത്? ബി അക്വാബിൻ വ അബാരിക വ കസിം മിൻ മഈൻ. അവർക്ക് ആവശ്യമായ പാനീയങ്ങളുമായി, നല്ല പാത്രങ്ങളിൽ അവർ പാനീയങ്ങളുമായി ചുറ്റി നടക്കുകയാണ്. സ്വർഗത്തില് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവിടെ കിട്ടും. എന്ത് കാര്യം ഉദ്ദേശിച്ചാൽ കിട്ടും. ഇപ്പൊ ഒരു കട്ടൻ ചായ കിട്ടേണ്ടിയിരുന്നു എന്ന് വിചാരിച്ച അപ്പം കട്ടൻ ചായ കിട്ടും. ഒരു ചായ വേണം, ചോറ് വേണം, ഭക്ഷണം വേണം, അതുപോലെയുള്ള എന്ത് വേണമെന്ന് കരുതിയാലും കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. അവിടെ ഒരു നിമിഷം പോലും ആരും കാത്തിരിക്കേണ്ടതില്ല. അവിടെ സേവകന്മാരെ ആവശ്യമില്ല. അതേ സമയത്ത് അല്ലാഹു തആല സ്വർഗക്കാരുടെ ബഹുമാനത്തിന് വേണ്ടി സ്വർഗത്തിൽ ചില ഖാദിമീങ്ങളെ നിശ്ചയിച്ചു. ആവശ്യം ഉണ്ടായിട്ടല്ല. നമ്മളെ ചെരുപ്പ് നമുക്ക് തന്നെ കാലിടാം. എന്നാലും അതേ സമയത്ത് ഒരാള്, നമ്മുടെ മക്കൾ നമ്മുടെ ചെരുപ്പ് കാലെടുത്തിട്ട് വരുമ്പോ നമുക്കതൊരു സന്തോഷമാണ്, നമുക്ക് റാഹത്താണ്. നമ്മുടെ മക്കളാണല്ലോ ചെയ്തു തന്നത് വിചാരിക്കും. അപ്പൊ അതുപോലെ സ്വർഗക്കാർക്ക് സന്തോഷം കൂടാൻ വേണ്ടി ചില ഖാദിമീങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു. അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയില്ല, അവരാഗ്രഹിച്ചാൽ കിട്ടാത്തതില്ല, എന്തും അവർക്ക് കിട്ടും. പക്ഷേ അവർക്ക് ഖാദിമീങ്ങൾ അല്ലാഹു തആല അവരുടെ ബഹുമാനാർത്ഥം നിശ്ചയിച്ചതാണ്. അത് കുട്ടികളാണ്, കാലാകാലവും കുട്ടികളാണ്. അവർക്ക് ആവശ്യമായ പാനീയങ്ങളുമായി അവർ വരും. അവർക്ക് ആവശ്യമായ പാനീയം എന്ന് പറയുമ്പോ എല്ലാവിധത്തിലുള്ള പാനീയങ്ങളും, കള്ള് വരെ സ്വർഗത്തിൽ കിട്ടും. ലാ യുസദ്ദൗന അൻഹാ വലാ യുൻസിഫൂൻ. തലവേദന ഉണ്ടാകാത്ത, ബുദ്ധി നഷ്ടപ്പെടാത്ത പാനീയങ്ങളാണ്. ദുനിയാവിലെ കള്ള് കുടിച്ചാൽ ചിലപ്പോ ആകെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധി നഷ്ടപ്പെടും, വലിയ പ്രയാസങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള പാനീയങ്ങളും ഇഷ്ടം പോലെ അവർക്ക് അവിടെ വെച്ച് കുടിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഫാഖിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട പഴങ്ങൾ. ആ പുളിച്ച മാങ്ങയും അല്ല, പുളിച്ച മുന്തിരിയും, ഒരു രുചിയും തോന്നാത്ത മറ്റു പഴങ്ങളും അല്ല. കണ്ടാ നല്ല രസമുണ്ടാവും ഇപ്പോഴത്തെ പഴങ്ങളൊക്കെ, പക്ഷെ വാങ്ങിക്കൊണ്ടുപോയി തിന്നാലോ ഒന്നിനും പറ്റൂല എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പഴങ്ങളല്ല. ഇഷ്ടം പോലെ യഥേഷ്ടം തിന്നാൻ പറ്റുന്ന പഴങ്ങൾ. അത് പറ്റൂല, ഷുഗറാണ്, ഇത് പറ്റൂല, വിഷമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതില്ല. എല്ലാ പഴങ്ങളും അവർക്ക് കഴിക്കാം, യഥേഷ്ടം കഴിക്കാം. കഴിച്ച് 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 വയറ് നിറഞ്ഞു പോയി, പഠിച്ചോനെ നല്ല രസമല്ലോ, തിന്നാനൊരു മാർഗമില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയും അവിടെ ഉണ്ടാവൂല. ഇഷ്ടം പോലെ കഴിക്കാം, ഇഷ്ടം പോലെ ഉപയോഗിക്കാം. വലഹ്മി തൈരിൻ മിമ്മാ യസ്തഹൂൻ. അവർക്ക് ആഗ്രഹമുള്ള പക്ഷിയുടെ മാംസങ്ങൾ, കാടയാ
കാടയാകട്ടെ, കോഴിയാകട്ടെ, അല്ലാത്ത വേറെ എന്തെങ്കിലും ആകട്ടെ, ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള മാംസങ്ങൾ കഴിക്കാൻ അവിടെ അവസരങ്ങളുണ്ട്. വിശന്നിട്ടല്ല അവിടെ ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ കടല തിന്നും പോലെയാണ്. കടല തിന്നല് വിശന്നിട്ടല്ലല്ലോ, രസത്തിന് തിന്നുകയാണ്. അതുപോലെയാണ് സ്വർഗത്തിന്റെ ഭക്ഷണങ്ങളൊക്കെ. ഹരത്തിന് തിന്നുകയാണ്, രസത്തിന് തിന്നുകയാണ്, വിശന്നിട്ടല്ല, പ്രയാസം ഉണ്ടായിട്ടല്ല. അങ്ങനെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോ രോഗമാണ്, അത് പറ്റൂല എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. വയറ് നിറഞ്ഞിട്ട് തിന്നാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയില്ല. ഇഷ്ടംപോലെ കഴിക്കാൻ ആഹാരം അല്ലാഹു തആല അവിടെ നിർത്തി തരുന്നുണ്ട്. അവിടെ ബില്ലടക്കേണ്ടതില്ല, അവിടെ തീർന്നു പോകുന്ന വിഷയവുമില്ല. അങ്ങനെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വഹൂറുൻ ഈൻ, കണ്ണഞ്ചിപ്പിക്കുന്ന ഇണകളെ അല്ലാഹു തആല കൊടുക്കും. കാംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചെപ്പിയിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുകളെ പോലെ തിളക്കമുള്ള ഇണകളാണ്. എല്ലാവർക്കും മനസ്സിന് ഇണക്കമുള്ള ഇണകളാണ്. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? അസ്സാബിഖൂൻ, അസ്സാബിഖൂൻ, ഉയർന്ന ആളുകൾക്കാണ് അല്ലാഹു തആല ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചത്. അത് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കന്മാരുടെ നേതാവായ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മടവൂർ ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ്. ആ മഹാൻ ദർസ് നടത്തി രണ്ടാം ദർസും കഴിഞ്ഞ് മുതഅല്ലിമീങ്ങളൊക്കെ പള്ളിയുടെ മുകളിൽ കിടന്നുറങ്ങുമ്പോ പള്ളിയുടെ താഴെ നിലയിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിസ്കാരത്തിലാണ്. കിണാശ്ശേരി ആജിയാരോട് ബഹുമാനപ്പെട്ട CM വലിയുള്ള ഒരിക്കൽ പറഞ്ഞു അത്രേ, ആജിയാരെ, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരു രാത്രി ഞാൻ ഉറങ്ങിപ്പോയി, ഒറ്റ രാത്രി ഉറങ്ങിപ്പോയി. എന്താണ് അവരുടെയൊക്കെ അവസ്ഥ? ഇബാദത്ത് ധാരാളം ചെയ്തപ്പോ അല്ലാഹു തആല അവർക്ക് പ്രതിഫലമായിട്ട് സ്വർഗം കൊടുക്കുകയാണ്. പടച്ചവനെ, ആ സ്വർഗം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഒരു ഇബാദത്തും നമ്മൾ ചെയ്തിട്ടില്ല, എന്നാലും ഈ മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. ആ ഒരു ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് നീ ഈ സ്വർഗം നൽകണേ അല്ലാ. ഉയർന്ന സ്ഥാനം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ജസാഅം ബിമാ കാനൂ യഅമലൂൻ. വർഷങ്ങളോളം ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, പരിശുദ്ധ ഹറമിൽ പോയി ഒരുപാട് മാസം മഹാനായ വൈലത്തൂർ തങ്ങൾ റിയാദിലിരുന്നിട്ടുണ്ട്. തങ്ങൾ പറയാറുണ്ട്, ഇവിടെയാണ് ഞാൻ ഇരുന്നത്. ആ സ്വർണപ്പാത്തിയുടെ നേരെയുള്ള ഭാഗം, അവിടെ ഇരുന്നപ്പോ തങ്ങൾ പറഞ്ഞു, അന്ന് എന്റെ ഭക്ഷണം വെറും കട്ടൻ ചായയും അവലുമായിരുന്നു. ഇത് മാത്രം കഴിച്ച് ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറെ കാര്യങ്ങൾ ചൊല്ലി തീർത്തിട്ടുണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ സ്വഭാവം അതാണ്. ധാരാളം ഇബാദത്തെടുക്കും. ഇനി മുകളിലേക്ക് പോകുമ്പോ ഒരുപാട് ഔലിയാക്കന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, സുന്നത്ത് നിസ്കാരത്തിലായി എല്ലാ രാത്രികളിലും ഒരു ഖത്തം ഓതി തീർക്കുകയാണ്. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു കാല് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്വഭാവം. ഔലിയാക്കന്മാരുടെ നേതാവായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു 400 റക്അത്ത് എല്ലാ രാത്രിയും നിസ്കരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കുന്ന മഹാന്മാർ അവരാണ് ഉന്നതന്മാർ. അസ്സാബിഖൂൻ, അസ്സാബിഖൂൻ, എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് അവരോടി മുന്നിലെത്തിയിട്ടുണ്ട്. അവിടെ പിന്നാലെ ഓടിയവർക്ക് അവരെ തൊടാനോ അവരെ ഓവർടേക്ക് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഇതാണ് ഔലിയാക്കന്മാര്. ഉയർന്ന ഔലിയാക്കന്മാരുടെ സ്വഭാവം അതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അവർ ചെയ്തതിന്റെ പ്രതിഫലമാണ് അവർ അനുഭവിക്കുന്നത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ. അനർത്ഥങ്ങൾ കേൾക്കേണ്ടി വരില്ല, കുറ്റപ്പെടുത്തലുകൾ അവിടെ ഉണ്ടാകൂല. ഒരു നല്ല സൽക്കാരത്തിന് വേണ്ടി നമ്മൾ പോയപ്പോ ആ വീട്ടുകാരൻ ഇങ്ങനെ പെറുപെറുക്കുന്നത് നമ്മൾ കേട്ടു. എല്ലാ ദിവസവും ഇങ്ങനെ
അതിഥികൾ വരികയാണ്. ഇപ്പാകട്ടെ സാമ്പത്തികമായി വലിയ ഞെരുക്കാണ്, ഗ്യാസില്ല, പ്രശ്നാണ്, പ്രയാസാണ്. എന്നാലും അതിഥികൾക്കൊരു കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടുകാരൻ നല്ല ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുമോ? തീർച്ചയായും നമുക്ക് വല്ലാത്തൊരു വിഷമുണ്ടാവും. സ്വർഗത്തിന്റെ സ്വഭാവം അതല്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഇണകളും സൗകര്യങ്ങളും ഖാദിമീങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം. ഒരാളും ഇവനെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരാൾക്കും അനർത്ഥങ്ങൾ പറഞ്ഞിട്ട് ഇവനെ പ്രയാസപ്പെടുത്താനില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഖുർആൻ പറയുന്നു, എവിടേക്ക് പോയാലും വെൽക്കം വെൽക്കം വെൽക്കം, സലാം 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 എന്ന് പറഞ്ഞിട്ട് ഇവനെ സ്വീകരിക്കാനാണ് ആള്. ആ സ്വർഗം നമുക്ക് വേണ്ടേ സഹോദരന്മാരെ? എന്തൊരു സൗകര്യമാണ് ആ സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെത്താനല്ലേ നമ്മൾ ദ്വാരക്കേണ്ടത്? അതിനു വേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെ ദുനിയാവേദാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ആയില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടാ ദുനിയാവുള്ളത്. നമ്മൾ വിചാരിച്ചതുപോലുള്ള ഒരു ഭർത്താവിനെ നമുക്ക് കിട്ടിയില്ല, നമ്മൾ വിചാരിച്ചതുപോലുള്ള ഒരു ഭാര്യനെ കിട്ടിയില്ല, മക്കളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ ആയില്ല, നല്ലൊരു വീടുണ്ടാക്കാൻ സാധിച്ചില്ല, നല്ലൊരു കാറ് വാങ്ങാൻ സാധിച്ചില്ല, നല്ല മര്യാദക്ക് അന്തസ്സുള്ള ഒരു ജോലി കിട്ടിയില്ല. എന്തെല്ലാം ടെൻഷനുകളാ നമുക്കുള്ളത്. ഇതൊക്കെ പോട്ടെ, എന്നാ ദുനിയാവാട് കഴിഞ്ഞ ആഖിറത്തിൽ രക്ഷപ്പെടാലോ എന്ന് സമാധാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ നമ്മളുള്ളത്? നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോയാൽ ആഖിറത്തിൽ രക്ഷപ്പെടാലോ, എന്തൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ. അതും ഇല്ലെങ്കിൽ എന്തൊരു സങ്കടമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണം, ആഖിറത്തെ കുറിച്ച് ആലോചിക്കണം. ആഖിറത്തിലെത്തിയാൽ പിന്നെ കുറ്റപ്പെടുത്തലില്ല. എല്ലാ സ്ഥലത്തും ആശംസകളുടെ ബോർഡാണ്. ഇത് അല്ലാഹു തആല നൽകുന്നത് ഔലിയാക്കന്മാർക്കാണ്. വഅസ്ഹാബുൽ യമീൻ. എന്നാൽ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിക്കാത്ത സാധാരണക്കാർ മാസ്ഹാബുൽ യമീൻ ആരാണവർ? ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മംലൂദ് വദില്ലിൻ മംദൂദ്. അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളെ ഒന്ന് എണ്ണി പറയാൻ. അട്ടിയട്ടിയായി കുലകളായി, വാഴക്കുല പോലെ അട്ടിയട്ടിയായി നിൽക്കുന്ന പഴങ്ങളാണ് അവർക്കുള്ളത്. നല്ല കുലകളാണ് അവർക്കുള്ളത്. നീണ്ടു നിൽക്കുന്ന നിയലുകളാണ്, സൗകര്യമുള്ള സ്ഥലങ്ങളാണ് അല്ലാഹു തആല അവർക്ക് നൽകുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാഇം മസ്കൂബ്. കോപ്പകളിൽ നിറക്കപ്പെട്ട വെള്ളമുണ്ട് അവർക്ക്, അല്ലെങ്കിൽ കുത്തിച്ചൊലിക്കുന്ന വെള്ളമുണ്ട്. അരുവികൾ ഒഴുകി ഒലിക്കുന്ന അരുവികൾ പോലെയുള്ള വെള്ളം അവർക്കുണ്ട്. വഫാകിഹത്തിൻ കസീറാ. എമ്പാടും പഴങ്ങൾ അവർക്ക് കഴിക്കാനുണ്ട്. ഇഷ്ടം പോലെ പഴങ്ങൾ അവർക്ക് കഴിക്കാൻ സൗകര്യപൂർവ്വം അവിടെ വെച്ചിട്ടുണ്ട്. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഒരു കാലവും അത് തീർന്നു പോകൂല. വലാ മംനൂഅ. ഇത് പറ്റൂല എന്ന് പറഞ്ഞ് തടയപ്പെടുകയില്ല. ഇവിടുത്തെ പഴത്തിന്റെ അവസ്ഥ എന്താണ്? കൊണ്ടുവന്നാൽ അത് തീർന്നു പോയി. തീർന്നാ പിന്നെ തീർന്നു. അത് അതേ സമയത്ത് ചില പഴങ്ങളൊക്കെ നമുക്ക് പറ്റും, ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമുക്ക് തിന്നാൻ അത് പറ്റൂല. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് തിന്നാൻ പറ്റൂല. അപ്പൊ നമുക്ക് താല്പര്യമുള്ള പഴങ്ങളും നമ്മൾ അതിനെ നോക്കിയിട്ട് വിഷമത്തോടെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. സ്വർഗത്തിൽ അങ്ങനെയല്ല. ഇഷ്ടം പോലെ പഴങ്ങൾ കഴിക്കാം. അതൊരിക്കലും തീർന്നു പോകൂല, അതൊരിക്കലും തടയപ്പെടൂല. അവന് പറ്റൂല എന്ന് പറയൂല. ഒരർത്ഥം അങ്ങനെ. മറ്റൊരർത്ഥം, നല്ലൊരു മാമ്പഴുണ്ട് മാവിന്റെ മുകളിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഇത്ര കല്ലെടുത്ത് പറഞ്ഞിട്ട് കിട്ടിയില്ല. കൊക്ക എടുത്തിട്ട് നോക്കിയിട്ട് അതും കിട്ടുന്നില്ല. അപ്പൊ ഇവനെ തൊട്ട് തടയപ്പെട്ടതാണ്. അങ്ങനെയല്ല സ്വർഗത്തിന്റെ പഴങ്ങൾ. അത് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ നോക്കുമ്പോഴേക്ക് അതിങ്ങോട്ട് കിട്ടും, അടുത്തേക്ക് വരും. അതിന് വല്ലാത്തൊരു സൗകര്യമാണ്. അങ്ങനെ സൗകര്യപ്രദമായ റാഹത്തുള്ള സ്വർഗത്തിലെ സൗകര്യങ്ങൾ അല്ലാഹു തആല ഇവന് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്. വഫുറുശിൻ മർഫൂആ. ഉയർന്നു നിൽക്കുന്ന വിരിപ്പുകളുണ്ട്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാആ. ആ വിരിപ്പുകളെ അല്ലാഹു തആല പറയുന്ന ഇണകളെയാണ്. അവന് സൗകര്യമുള്ള ഇഷ്ടമുള്ള ഇണകളെ അല്ലാഹു തആല നൽകുന്നുണ്ട്. ആ ഇണകളെ അല്ലാഹു തആല അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്. വജഅൽനാഹുന്ന അബ്കാറാ. ആരും ഉപയോഗിക്കാത്ത വിധത്തിലുള്ള ഇണകളാണ്. ഉർബൻ അത്റാബ. പ്രായം ചെറിയതാണ്, സ്തനങ്ങൾ
ഉയർന്നതാണ്. ലി അസ്ഹാബിൽ യമീൻ, വലതുപക്ഷത്തിന് വേണ്ടി അല്ലാഹു തആല തയ്യാറാക്കിയതാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. വസുല്ലത്തും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിലും ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരിലെങ്കിലും അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ.